ഹായ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് പാൻ വെച്ചിട്ട് നമ്മൾ അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കുറച്ച് ഉലുവയും ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ ചതച്ചത് ചേർക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഇനി അതിലോട്ട് 2 പച്ചമുളക് കീറിയതും ഇട്ടിട്ട്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊരു 10 ഇടാം. ഞാനിപ്പോൾ വലിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും ഇടണം. ഇതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി മസാല ഉണ്ടാക്കാം. അതിനായിട്ട് 2 തക്കാളി അരിഞ്ഞെടുക്കാം. പിന്നെ അതിലോട്ട് 1 സ്പൂൺ നല്ല മുളകും, പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിലോട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളവും അത് അരപ്പിലോട്ട് ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നല്ലവണ്ണം കുറുക്കി നമുക്കത് പിഴിഞ്ഞ് ചേർക്കണം. നാടൻ പുളിയാണ് ചേർത്തിരിക്കുന്നത്. കുടംപുളി ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ നാടൻ പുളിയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഉപ്പും ഇട്ടിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. അങ്ങനെ പച്ചമണമൊക്കെ മാറി വരും. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടണം. ഇപ്പം ഞാൻ അയല മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മീൻ, അയല, മത്തി ഇതൊക്കെ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് മീനൊക്കെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുറുക്കിയെടുക്കാം, വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.